താന്തോന്നി രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എടി ഇഷാനി, നിന്നെ ഞാൻ കാളി പഠിപ്പിക്കും. ഭദ്രനന്റെ ചരട് വലിക്കനുസരിച്ച് നിന്ന ഇത് എവിടെ പോയി കിടക്കുന്നു? മറ്റെവിടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്ന ഇനി ഇത് ഏത് കുരിശാവോ? ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി ഭദ്രൻ. വാതിൽക്കലേക്ക് നോക്കിയിരിക്കായിരുന്നു ജോക്കുട്ടൻ. ഭദ്രൻ കയറി വരുന്നവൻ കണ്ടു. ഹലോ ഭദ്രൻ, ഇവിടെ ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റ് വലത് കൈ പൊക്കി കാണിച്ച് ജോക്കുട്ടൻ. ഭദ്രൻ അയാളെ നോക്കിയാൽ ചിരിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു. എന്നെങ്ങനെ അറിയാം? ഭദ്രൻ ഒന്ന് അവനെ ആകെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ പറയാം, സമയം കിടക്കുമല്ലേ, താനിരിക്കണോ? വലത് കൈ ഭദ്രനെ നേർക്ക് നീട്ടിക്കൊണ്ട് വിളിക്കാൻ ചിരിച്ചവൻ. ഒന്ന് സംശയിച്ചുകൊണ്ട് അയാൾക്ക് നേരെ വലത് കൈ നീട്ടി ഭദ്രൻ. ഞാൻ ജോക്കുട്ടൻ, പേര് പറയാൻ താൻ അറിയില്ല. കാഞ്ഞിരത്തെങ്കിൽ കറിയാച്ച മുതലാളിയുടെ ഭാര്യ എന്റെ ചേച്ചിയാ. ഇപ്പൊ മനസ്സിലായി എഴുതുന്നു പറഞ്ഞുകൊണ്ട് ഭദ്രന്റെ കൈ വിട്ടിരുന്നു ജോക്കുട്ടൻ. അവനെതിരെ കിടക്കുന്ന കസേരയിലിരുന്നു ഭദ്രൻ. ഇപ്പൊ മനസ്സിലായി എന്നെ കാണാമെന്നതിന്റെ ഉദ്ദേശം? ഭദ്രൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. വളച്ചുകെട്ടാതെ കാര്യം പറയാം. എനിക്ക് ഒത്തിരി വളച്ചുകെട്ടി പറയുന്ന ഒട്ടും ഇഷ്ടമല്ല. സേവി ഇപ്പൊ എന്റെയും നിന്റെയും പൊതു ശത്രുവാ. അവനെ ഒതുക്കണം എനിക്ക്. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? ആ പന്ന മോൻ അവനെ ഭദ്രൻ കൈ ചുട്ടി മേശപ്പുറത്തിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഈ വാശിയാണ് എനിക്ക് വേണ്ടത്. ഇരയെ കിട്ടിയ ആവേശത്തിലായിരുന്നു ജോക്കുട്ടൻ. ഇഷാനിയോട് അവനെന്തോ പ്രത്യേക ഒരു താല്പര്യമുള്ള പോലെയാ. അവൾക്ക് അവനോടുണ്ടെന്ന് തോന്നുന്നു. അവന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. നോക്കിയാൽ ഗർഭമുണ്ടാക്കുന്ന ഏനാവൻ. ജോക്കുട്ടൻ എരിവും പുളിയും കലർത്തി പറയാൻ തുടങ്ങി. അവൾ അധികം ഉണ്ടാവില്ല ഈ കമ്പനിയിൽ. അടുത്ത മാസം ഞങ്ങളുടെ വിവാഹം. മിക്കവാറും അടുത്ത ആഴ്ച തന്നെ അവിടെ നിന്ന് ഇറങ്ങും. ആണോ? അതെനിക്കറിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് അവൻ എനിക്ക് ശരിക്കൊന്ന് കാണണം. അതുവരെ ഒരു പ്രശ്നത്തിന് ഞാനില്ല. കാരണം ഇഷാനി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. വിവാഹം അത് മാത്രം ഇപ്പം എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. ഭദ്രൻ പറയുന്ന കേട്ടപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് തോന്നി ജോക്കുട്ടന്. മാത്രമല്ല അവളുടെ വിവാഹം തൻ്റെ പകയൊന്നും ഇനി അവളോട് കാണിക്കാനുള്ള സമയമില്ലെന്ന് മനസ്സിലായവന്. ഇവനെ കൂട്ടുപിടിക്കാൻ തോന്നി മണ്ടത്തരമായി പോയെന്ന് തോന്നിയവന് തൽക്കാലം സേവയ്ക്ക് പണി പിന്നെ കൊടുക്കാൻ തീരുമാനിച്ചവൻ. ഓക്കെ ഭദ്രൻ, ബെസ്റ്റ് വിഷസ്. വെറുതെ ഇരുന്ന സമയം കളയണമെന്ന് തോന്നിയുകൊണ്ട് ജോക്കുട്ടൻ എഴുന്നേറ്റു. ശരി, കാണാം. ഭദ്രനും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞു. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തി ഇഷാനി. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. ഉച്ചക്ക് ചോറ് മുഴുവൻ കഴിച്ചതുമില്ലല്ലോ. ശ്രീകുട്ടിയുടെ മുഖം മ്ലാനമായിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് കാര്യങ്ങളൊക്കെ ശ്രീകുട്ടി അറിഞ്ഞു കാണുമെന്ന്. ഇനിയൊരു സംസാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അല്പം ചോറെടുത്ത് കഴിച്ചു. പാത്രം കഴുകി വെച്ച് റൂമിലേക്ക് പോയി വാതിലടച്ച് കിടന്നു. രാജി അവളെ ശല്യപ്പെടുത്തിയില്ല. വെറുതെ ഇനിയൊരു സംസാരം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയത് കൊണ്ട്. തലവേദനിക്കുന്നതുകൊണ്ട് കണ്ണുകളടച്ച് കിടപ്പാണ് ഇഷാനി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ റിങ്ങിന്ന് കേട്ടു. പരിചയമില്ലാത്തൊരു നമ്പർ. ആരെ ഈ നേരത്ത്? സംശയിച്ചുകൊണ്ട് ഫോൺ എടുക്കാതെ തന്നെ നോക്കി കിടന്നവൾ വീണ്ടും ഫോൺ ശബ്ദിച്ചപ്പോൾ നമ്പർ തെറ്റിയില്ലെന്ന് മനസ്സിലായി അവൾക്ക്. കോൾ അറ്റൻഡ് ചെയ്തു ഇഷാനി. ഹലോ, ഇഷാനി അല്ലേ? മറുവശത്തു നിന്നും ഗാംഭീര്യമുള്ളൊരു സ്ത്രീ ശബ്ദം. അതെ, ഇഷാനിയാണ്. ആരാണ്? ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചവൾ. മറുവശത്തു നിന്നും കേട്ടത് ക്ലിയർ ആവാതിരുന്നുകൊണ്ട് അവൾ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ചിലപ്പോൾ അങ്ങനെയാണ്, തീരെ റേഞ്ച് ഉണ്ടാവില്ല റൂമിൽ. സോറി, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വ്യക്തമായി കേട്ടില്ല. ആരാ, എവിടുന്നാ? പേരമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചവൾ. ഇഷാനിക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല. പറഞ്ഞാൽ മനസ്സിലാവും. സേവിയുടെ അമ്മയാണ് ഞാൻ, മേരിക്കുട്ടി മറിയം കാഞ്ഞിരത്തിങ്കൽ. ആ പേര് കേട്ടപ്പോൾ ഇഷാനി ഒന്ന് പകച്ചു. ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം മേരിക്കുട്ടി മറിയം കാഞ്ഞിരത്തിങ്കൽ എന്ന് പേരെഴുതപ്പെട്ട ആര് കണ്ടാലും നോക്കിപ്പോന്നൊരു സ്ത്രീയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നത്. ജനന തീയതിയും മരണ തീയതിയും രേഖപ്പെടുത്തിക്കൊണ്ട്. ഒരിക്കൽ ലിൻസി ചേച്ചിയാണ് വിശദമായി പറഞ്ഞ് സാറിന്റെ അമ്മയാണിതെന്നും കൊക്കയിലേക്ക് വണ്ടി മറിഞ്ഞാണ് അവർ മരണപ്പെട്ടതെന്നൊക്കെ. ഇഷാനി, കേൾക്കാമോ? മറുവശത്ത് വീണ്ടും ആ സ്വരം. ആ, കേൾക്കാം. അവളുടെ സ്വരത്തിലെ പതർച്ച മനസ്സിലാക്കി മേരി. പേടിക്കണ്ട, ഞാൻ പ്രേതവും പിശാചൊന്നുമല്ല. കൊല്ലപ്പെട്ടു എന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചിരുന്ന മേരിക്കുട്ടി തന്നെയാണ്. ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഞാൻ. പലപ്പോഴും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതാ. ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ടെന്നൊരു തോന്നൽ. പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ കുറച്ചുകൂടി സന്തോഷിക്കട്ടെ എന്ന് കരുതി മാത്രം ഒളിമറയിലിരിക്കുന്നു. ഞാൻ വിളിച്ച മറ്റൊരു കാര്യം പറയാനാ. എന്നെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഇഷാനി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഞാൻ തന്നെ സഹായിക്കാം. പക്ഷേ എനിക്ക് വേണ്ടി മറ്റൊരു കാര്യം താൻ ചെയ്തു തരണം. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും രുദ്രന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ രക്ഷപ്പെടുത്താം. മറ്റൊന്നിനു വേണ്ടിയല്ല. എൻ്റെ സേവി താൻ വിചാരിക്കുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ല. എന്നെ അവന് ജീവനായിരുന്നു. എൻ്റെ മരണവാർത്ത അവനെ മാനസിക വിഭ്രാന്തിയിലാഴ്ത്തി. പിന്നീട് അവൻ്റെ അപ്പൻ തങ്കച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക കൂടി ചെയ്തോടെ എൻ്റെ മോൻ ശരിക്കും ഒറ്റപ്പെട്ടു. ഒറ്റപ്പെടലിൽ നിന്ന് അവൻ അങ്ങനെയൊക്കെ ആയിത്തീർന്നു. എനിക്ക് എൻ്റെ മകൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ച് തലനാരിഴക്കാണ് മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ വന്ന അവനെ കൂടി കൊന്നുകളയും അവരെല്ലാവരും ചേർന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്ത്. അകലിരുന്നായാലും അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ അവൻ അറിഞ്ഞാൽ എല്ലാവരെയും കൊന്നുകളയും അവൻ. എൻ്റെ മകനെ ജയിലിലേക്ക് വിടാനുള്ള ഉദ്ദേശമില്ല എനിക്ക്.
അതുകൊണ്ടാണ് സമയം കാത്ത് ഞാൻ ഇരുന്ന്. അതൊക്കെ വഴിയെ ഞാൻ പറയാം. അവനെയും നന്നാക്കണം. തന്നെ കൊണ്ട് അതിന് സാധിക്കും. ആ ഒരു വിശ്വാസമുണ്ട് എനിക്ക്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചു വരും മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അറിയാലോ, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും അവിടെയൊക്കെ തന്നെയുണ്ട്. എന്തെങ്കിലും വീണിട്ടിയാൽ മതി, തന്നെ അവരില്ലാതാക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. വിവാഹത്തിന് 1 മാസം കൂടി സമയമുണ്ടല്ലോ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ നമ്പറിലേക്ക് ഒരു കോൾ ഞാൻ പ്രതീക്ഷിക്കും. കതിർ മണ്ഡപത്തിലേക്ക് ഇഷാനി കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ. മറുകൾക്കൽ ഫോൺ കട്ടാവുന്നത് അറിഞ്ഞവൾ ഇഷാനി നിന്ന നിൽപ്പിൽ തന്നെ നിന്നുപോയി. എന്തൊക്കെയാണ് താൻ കേട്ടത്? സാറിന്റെ അമ്മ ജീവനോടെ ഉണ്ടെന്നോ? ആരാണ് അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? ഇത്രയും പണവും പ്രതാപവും ഉണ്ടായിട്ടും എന്തിന് ഇത്രകാലം അവർ മറഞ്ഞിരുന്നു? ആർക്കാണ് അവരോട് ഇത്ര ശത്രുതയുള്ളത്? മാത്രമല്ല, അവരുടെ മകനെ നന്നാക്കാൻ തന്നെ എന്തിന് തെരഞ്ഞെടുത്തു? ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവരുടെ ഉള്ളിൽ രൂപം കൊണ്ടു. തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തിരുമ്പാണ് അവർ ഈ ഇട്ട് തന്നിരിക്കുന്നത്. എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്കെന്ന പോലെ. ഭദ്രനേക്കാൾ ഒട്ടും മോശമല്ല സേവി സാറും. രണ്ടുപേരെയും ഒരേ ത്രാസിൽ വെച്ചാൽ മനസ്സിൽ രണ്ടുപേരുടെയും ത്രാസ് സമമായിരുന്നു. കൃത്യമായൊരു ഉത്തരം കിട്ടിയില്ല അവൾക്ക്. അന്നത്തെ രാത്രി ഉറക്കമില്ലാത്തതായിരുന്നു അവൾക്ക്. മനസ്സിൽ അരട്ടിക്കൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി അലിഞ്ഞു അവളുടെ മനസ്സ്. രാത്രി ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകളിൽ അത് വ്യക്തമായിരുന്നു. ചെറിയ തലവേദന ഉണ്ടായിരുന്നു അവൾക്ക്. ഓഫീസിൽ പോവേണ്ടതുണ്ട്. ബാങ്കിൽ സാറിന്റെ കൂടെ പോകണമെന്ന് മൂർത്തി സാറ് പ്രത്യേകം പറഞ്ഞാണ്. വേഗം എഴുന്നേറ്റ് പല്ലിയേച്ച് മുഖം കഴുകി പതിവ് പോലെ അടുക്കളയിൽ കലവില കേൾക്കുന്നുണ്ട്. മകളോട് വിരോധമുണ്ടെങ്കിലും അവൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആയിരുന്നു. അവൾക്ക് മാത്രമല്ലല്ലോ പോവേണ്ടത്, സ്ത്രീകുട്ടിക്കും പോവേണ്ടതുണ്ടല്ലോ. ചായ അവിടെ വെച്ചിട്ടുണ്ട്. അടുക്കളയിലേക്ക് വരുന്ന ഇഷാനി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അവർ. ചായ എടുത്ത് കുടിച്ചു. അമ്മയോടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല അവൾക്ക്. തന്നെ മനസ്സിലാക്കാത്ത അവരോട് എന്ത് സംസാരിക്കാനാണ്? മോൾക്ക് എന്നോട് ദേഷ്യാണെന്നറിയാം. അമ്മയുടെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാ. 15 ലക്ഷം അവൻ പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ വിവാഹത്തിൽ നിന്ന് നമുക്ക് പിന്മാറാം. ഏട്ടനുമായിട്ടുള്ള ബന്ധം മുറിയും. എന്നാലും വേണ്ടില്ല. അമ്മ ഇന്നലെ രാത്രി ഒരുപാട് ആലോചിച്ചു. ആ ബ്രോക്കർ ഒന്ന് പോയി കണ്ടാലോ എന്ന് ആലോചിക്കുന്നത്. ഈ വീടും സ്ഥലവും വിൽക്കാൻ നമുക്ക്. 15 ലക്ഷം ഒന്നും ആയിരിക്കില്ല കിട്ടുന്നത്. ഒരു വാടക വീട് എടുക്കാം. നിനക്ക് ജോലി ഉണ്ടല്ലോ, കിട്ടുന്നത് മതി. ഉള്ള വെള്ളം സമാധാനത്തിൽ കുടിക്കാൻ നമുക്ക്. ഒറ്റ രാത്രി കൊണ്ട് അമ്മയ്ക്ക് ഇത്രയേറെ മാറ്റോ? അത്ഭുതം തോന്നി അവൾക്ക്. ഞാൻ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. സമയമുണ്ടല്ലോ, 1 മാസമെങ്കിലും. പറഞ്ഞുകൊണ്ട് അവൾ കുളിക്കാനായി അകത്തേക്ക് പോയി. കുളിച്ച് വേഷം മാറി വരുമ്പോഴേക്കും ശ്രീകുട്ടി യൂണിഫോം ഇട്ട് ഒരുങ്ങി വന്നിരുന്നു. രണ്ടുപേർക്കും കഴിക്കാനുള്ള എടുത്ത് ഇഷാനി. ചേച്ചി, സെമസ്റ്റർ ഫീസ് അടക്കാനുള്ള ഡേറ്റായി. കുറച്ചായി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാതിരുന്ന ചേച്ചി മറക്കാറില്ലല്ലോ. അത് പറയുമ്പോൾ ചെറിയ വിഷമമുണ്ടായിരുന്നു ശ്രീകുട്ടിക്ക്. ചേച്ചിക്ക് ഓർമ്മയുണ്ട് മോളെ, ഇന്നെനിക്ക് ശമ്പളം കിട്ടും. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഒരാഴ്ച കൂടി കഴിയും കിട്ടാൻ. എന്തായാലും നാളെ ഓഫീസിൽ വന്നിട്ട് പകുതിയെങ്കിലും അടക്കാം. ബാക്കി കുറച്ചുകൂടി സമയം ആവശ്യപ്പെടാം. മോള് വിഷമിക്കണ്ട. പുഞ്ചിരിയോടെ ശ്രീകുട്ടിയുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇഷാനി. മോളെ, ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയുടെ ഈ വള പണയം വെച്ചോളൂ. ഇടതയിൽ കിടന്ന ഒറ്റവള ഊരി രാജി. അതൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെ. എല്ലാവരുടെയും കാതിലും കയ്യിലും കഴുത്തിലുള്ള 10 പവൻ തേച്ചില്ല. അറിയാതൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും വേറെ നീക്കിയിരിപ്പില്ല. ഇഷാനി പറഞ്ഞു. ആ, പിന്നെ പറയാൻ മറന്നു. അമ്മായി വിളിച്ചിരുന്നു. അമ്മയുടെ മാലയും കമ്മലും എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ട്. അമ്മയുടെ സ്വർണം നാട്ടു നടപ്പനുസരിച്ചിട്ട് മകൾക്ക് അവകാശപ്പെട്ടതാണല്ലോ. നെടിവീർപ്പോടെ അമ്മ പറയുന്ന കേട്ടപ്പോൾ ഇഷാനി ഒന്ന് ചിരിച്ചു. അവർക്ക് അവകാശപ്പെട്ടതൊന്നും നമ്മൾ എടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റവൾ. പിന്നെ കുന്തം ഒരു നാട്ടണപ്പ്. അമ്മയൊരു നോക്ക് കാണാൻ വരാത്ത മകളാ. അപ്പ ഇല്ല ഈ നാട്ടണപ്പ്. അച്ഛമ്മയുടെ ഇത്തിരി പോകുന്ന മാലക്ക് മുട്ടുകമല്ല നാട്ടണപ്പ് ബാധകം എന്നും വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമായതുകൊണ്ട് ശ്രീകുട്ടി മനസ്സുള്ളത് പറയാൻ മടിച്ചില്ല. നീ വരുന്നുണ്ടീ വാ, ഇനിയും തർക്കിച്ചെന്നാലേ ബസ് പാട്ടിന് പോകും. ലഞ്ച് ബോക്സ് ബാഗിലേക്ക് തിരികൊണ്ട് ഇഷാനി പറഞ്ഞു. ശ്രീകുട്ടിയും വേഗം പോകാനിറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടക്ക് ശ്രീകുട്ടി ഇഷാനിയോട് ചോദിക്കുന്നുണ്ട് വിവാഹത്തിനെ പറ്റി. എന്ത് ചെയ്യണമെന്നറിയില്ല മോളെ. നിന്നെ അമ്മയും നമ്മുടെ അച്ഛൻ പുറങ്ങുന്ന മണ്ണും ആർക്കും വിട്ടുകൊടുക്കരുതെന്ന ആഗ്രഹം. ഒരു വഴി കാണിച്ചു തരാക്കില്ല ഭഗവാൻ. ബസ്സിന്റെ ഹോൺ കേട്ടപ്പോൾ വേഗം നടന്ന് സ്റ്റോപ്പിലേക്ക് അവർ. ബസ് ഇറങ്ങി ശ്രീകുട്ടിയെ യാത്രയാക്കി ഓഫീസിലേക്ക് നടന്നു ഇഷാനി. ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തനിക്ക് മുമ്പിലായ ഒരു കാർ വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു. കാർ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറക്കപ്പെട്ടു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചാഞ്ഞുകൊണ്ട് അവളെ നോക്കി സേവി. ബാങ്കിലേക്കാ പോണ്ട്, കയറിക്കോ. സേവി പറയുന്ന കേട്ടപ്പോൾ അവളൊന്ന് ചുറ്റും നോക്കി. ഞാൻ പിന്നെ കയറിക്കോളാം. നിന്റെ ഡ്രൈവറല്ല ഞാൻ, ഇങ്ങോട്ട് കയറടി. അവന്റെ സ്വരമുയർന്നു. ആളുകൾ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ ഇഷാനി മടിച്ചില്ല. അവൻ തുറന്നു പിടിച്ച സീറ്റിലേക്ക് അവൾ കയറിയിരുന്നു. അവളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിയാൻ തുടങ്ങിയിരുന്നു. ഡോറടക്ക്. അവന്റെ സ്വരം വീണ്ടും ഉയർന്നു. യാന്ത്രികമായി ആ ഡോറടച്ചു ഇഷാനി. ആദ്യമായി അന്യപുരുഷനോടൊപ്പം കാറിൽ, അതും മുൻ സീറ്റിലിരുന്നൊരു യാത്ര. തന്റെ ധൈര്യം ചോർന്നു പോകുന്ന പോലെ ഒരു തോന്നൽ. തന്റെ ഭാവം കണ്ട ഞാനെന്താ തന്നെ അറക്കാൻ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടല്ലോ. താൻ പിൻസീറ്റിലിരുന്ന തന്നെ ഡ്രൈവറായി പോകും ഞാൻ. അത് വേണ്ട. കാഞ്ഞിരത്തെങ്കിൽ സേവിച്ചിന് ആരുടെയും ഡ്രൈവർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സീറ്റ് ബെൽറ്റ് ഒന്നിട്ടേക്ക്.
പറയുന്ന കേട്ടപ്പോൾ അവൾ പകപ്പോടെ അവനെ നോക്കി. ഇനി അതും അറിയില്ലേ? ചോദിച്ചുകൊണ്ടൊന്ന് മുന്നോട്ടാഞ്ഞ് അവളുടെ ദേഹത്ത് തൊടാതെ തന്നെ സൈഡിൽ കിടക്കുന്ന സീറ്റ് ബെൽറ്റ് വലിച്ചെടുത്തവൻ ലോക്കിലിട്ടു. ശ്വാസമടക്കി പരമാവധി സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു ഇഷാനി. സേവിയുടെ സ്വഭാവം പറഞ്ഞറിയുന്നതുകൊണ്ട് അവനെന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും ഭയന്നവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് പിടിച്ചു. കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇറുക്കി അടച്ചിരുന്ന കണ്ണുകൾ തുറന്നതവൾ. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൾ തലയിരിച്ച് അവനെ നോക്കി. അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാത്ത പോലുള്ള ഡ്രൈവിംഗ്. ബാങ്കിലെത്തുന്നവരെ അങ്ങനെ തന്നെയാണ് അവൻ ഇരിക്കുന്നത്. ആൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. എവിടെ ഇറങ്ങിക്കോ, ഞാൻ കാറ് വർക്കിയിട്ട് വരാം. അവന്റെ ശബ്ദം അവളെ ചിന്തയിൽ നിന്നുണർത്തി. വേഗത്തിൽ ഇറങ്ങി നിന്നവൾ. ബാഗ് ഉടച്ചോ, കാറ് ലോക്കാ, ആരും എടുത്തോണ്ടുമില്ല. അവൻ പറഞ്ഞപ്പോൾ ബാഗ് അവളിരുന്ന സീറ്റിലേക്ക് വെച്ചു. ചുരിദാർ നേരെ പിടിച്ചിട്ട് ഒതുങ്ങി നിന്നു. പാർക്ക് ചെയ്യാനായി പോയി സേവി. ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ചിന്തിച്ചുകൊണ്ട് ഇഷാനി നിന്നു. കാർ പാർക്കിംഗ് ഏരിയയിൽ കാറ് നിർത്തിയിറങ്ങി സേവി കാറിന്റെ ഡോർ ലോക്ക് ചെയ്ത് മുണ്ട് മടക്കി കുത്തി ജുബയുടെ കൈമുട്ട് മുകളിലേക്ക് തെറുത്ത് വെച്ചവൻ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ടപ്പോൾ ഏതോ ഗുസ്തിക്ക് പോകുന്ന പോലെയാണ് തോന്നിയത് അവൾക്ക്. ബാങ്ക് പോലൊരിടത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? സ്വയം ചോദിച്ചവൾ. എന്താ നോക്കിക്കുന്നു? വാ, ആൾ നോക്കി പറഞ്ഞുകൊണ്ട് പടിക്കെട്ടുകൾ കയറാൻ തുടങ്ങിയവൻ. അതെ, ഒന്നാട് നിന്നേ. ഇഷാനി പറയുന്ന കേട്ട് കയറിയ പടിക്കെട്ടിൽ തന്നെ തിരിഞ്ഞു നോക്കി സേവി. അവന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി. ഒറ്റപ്പുരികം പൊക്കിയവൻ അവളെ നോക്കി. ചന്തയിലേക്ക് അല്ല പോകുന്നു, അല്പം മര്യാദയാവും. ആൾ പറയുന്ന കേട്ട് കയറിയ പടികൾ തിരിച്ചിറങ്ങിയവൻ. അല്ല, ഇഷാനി ചന്ദ്രശേഖരനെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണോ? അവന്റെ ശബ്ദം കൂർത്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. സേവി സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ സാറിന്റെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടാവും എനിക്ക്. നമ്മൾ പോകുന്ന ബാങ്ക് മാനേജറെ കാണാനാ, അല്ലാതെ കവലയിലെ ചട്ടമ്പി കാണാനല്ല. ഒട്ടും കൂസാതെയുള്ള അവിടെ മറുപടി കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നവന്. നീ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാനും മാനേജറും തമ്മിൽ കാലങ്ങളുടെ പരിചയമുണ്ട്. സേവി എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആരുടെയും നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്കിവിടൊന്നും നേടാനില്ല. വാചകടിച്ചൊക്കെ വരാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും സ്റ്റെപ്പ് വരാൻ തുടങ്ങി. ഇത് വല്ലാത്തൊരു സാധനം തന്നെ. ഇയാളെ എങ്ങനെ ഞാൻ നന്നാക്കിയെടുക്കുന്നതാണ് പാവ അമ്മ വരുന്നത്. ഇതിലും ഭേദം വല്ല പാണ്ടിലോരിക്കും തലവെക്കുന്ന. ഭദ്രനും കൊള്ളാം, ഇയാളും കൊള്ളാം. ഈശ്വര, എൻ്റെ ഒരു വിധി. ചെകുത്താനും കടലിനും നടുക്ക് പെട്ടപോലെ ആയല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന് പിന്നാലെ അവളും നടന്നു. പക്ഷെ അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാനേജറുടെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സേവി മടക്കി കുത്തിയ മുണ്ട് നേരിട്ട് ജുബയുടെ കൈ നിവർത്തിയിട്ടു. അവളെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ ക്യാബിന്റെ വാതിൽ മുട്ടി അകത്തേക്ക് അനുവാദം ചോദിച്ചവൻ. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾക്ക്. താൻ പറയുന്ന അനുസരിക്കാൻ കാണിച്ച ആ മനസ്സ് പുറമേ കാണിക്കുന്ന ഗൗരവം അകത്തിൽ നിന്ന് അവളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ആരേത്? സേവിയോ? വരൂ. ബിനോയ് വിളിച്ചിരുന്നില്ലേ? അയാൾ വന്നില്ലേ? കയറി വരുന്ന സേവിക്ക് പിന്നിലേക്ക് നോക്കി ചോദിച്ചു ബാങ്ക് മാനേജർ മനോജ് സാറ്. ഈടേക്ക് വരെന്നാ പറഞ്ഞ്. മേ കമിൻ സർ? വാതിൽക്കൽ നിന്ന് ഇഷാനി ചോദിച്ചു. യെസ് കമിൻ. ഇതാണല്ലോ പുതിയ PA, മൂർ സാർ പറഞ്ഞിരുന്നു. സേവിയെ നോക്കി ചിരിച്ചുകൊണ്ടാണ് മനോജ് സാറ് ചോദിച്ചത്. അതെ, ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ഒരു മറുപടി. ഇരിക്കും സാറ് പറഞ്ഞപ്പോൾ സേവിയുടെ അടുത്ത് ഒഴിഞ്ഞിടക്കുന്ന കസേരയിലേക്ക് ഇരുന്നു ഇഷാനി. അപ്പോഴേക്കും ബിനോയ് വന്നു. എന്താ ഒരു ട്രാഫിക്, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണേ. എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അയാളും അകത്തേക്ക് വന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും അവർ കാലങ്ങളായിട്ടുള്ള പരിചയമാണെന്ന് തോന്നി ഇഷാനിക്ക്. കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് ഈ മാസം വരെയുള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ITRന്റെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനാണ്. മെയിൽ ID യിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഒരു റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്, ഒന്ന് പോയി കൊടുത്തിട്ട് വരൂ. രജനി മേഡം ഉണ്ട്. ഇഷാനിയെ നോക്കി പറഞ്ഞു സാറ്. ഇഷാനി വേഗം പുറത്തേക്ക് കടന്നു. രജനി മേഡം ഏതാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. കമ്പനിയുടെ മെയിൽ ID യിലേക്ക് സെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നൽകി തിരികെ വന്നു. വേറെന്തൊക്കെയോ കാര്യങ്ങളുടെ ചർച്ചയിലായിരുന്നു ബിനോയും സേവിയും മാനേജരും. കമ്പനി കാര്യങ്ങൾ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. മെയിൽ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഐഡിയിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതി. അപ്പോൾ ശരി, ഓക്കെ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിനോയ് ആദ്യം ഇറങ്ങി. അയാൾക്ക് പിന്നാലെ സേവി ഇഷാനിയും. അവന് പിന്നാലെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ആൾക്കൊരു വല്ലായ്മ തോന്നി. താൻ അമിത സ്വാതന്ത്ര്യം കാണിച്ചോ എന്നൊരു തോന്നൽ. സേവി പറയാതെ തന്നെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുന്നവൾ. അവർ രണ്ടുപേരും കാറിൽ കയറുന്ന ബാങ്കിലേക്ക് വന്ന ജോക്കുട്ടൻ കണ്ടു. ഓഹോ, കാര്യങ്ങളുടെ കിടപ്പ് അപ്പം ഇങ്ങനെയാണല്ലേ. വെറുതെ അല്ല അവളെ ചൊറിഞ്ഞപ്പോ അവന് പൊള്ളിയത്. ശരിയാക്കി തരാം. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ പകർത്തിയവൻ. കാർ അവനെ കടന്നു പോകുന്നു. അപ്പോൾ തന്നെ ഭദ്രനെ സെൻഡ് ചെയ്ത് കൊടുക്കാനും മറന്നില്ലവൻ. ഒപ്പം ഒരു വോയിസ് റെക്കോർഡും. സേവിയുടെ ഉച്ചിഷ്ടം തിന്നാനാണല്ലോ നിന്റെ വിധി ഭദ്ര. റെക്കോർഡ് സെൻഡ് ആക്കി അവനൊന്ന് ചിരിച്ചു. വട്ടിപ്പലിശ പിരിവിന് മാർക്കിലെത്തിയതായിരുന്നു ഭദ്രൻ. ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൻ എടുത്തു നോക്കി. ജോക്കുട്ടിന്റെ നമ്പറിൽ നിന്നായതുകൊണ്ട് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുകയും ചെയ്തു. വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അവന്റെ മുഖം ചുവന്നു. കൈ ചുരുട്ടി ബുള്ളറ്റിന്റെ ടാങ്കിലിടിച്ചവൻ. വോയിസ് കേട്ടതോടുകൂടി അവന്റെ സകല നിയന്ത്രണം വിട്ടു. ബിജുവേ, കാശെടുത്ത് വെച്ചേക്ക്, ഞാനിപ്പോ വരാം പറഞ്ഞുകൊണ്ട് വണ്ടി തിരിച്ചവൻ. ഈ പോകുന്ന പോക്ക് വല്ല പാണ്ടിലോറി കയറി വരങ്ങ് പോയിരുന്നേച്ചാ വലിയ ഉപകാരം എന്നെ കർത്താവേ.
പലിശ കൊടുത്ത് മുടിഞ്ഞു. മുതലൊടുക്കാൻ ഒട്ടും കഴിയുന്നുമില്ല. എന്ത് മന്ത്രവാദാണോ എന്തോ പ്രാഗിക്കൊണ്ട് ബിജു പറഞ്ഞു. ആവശ്യം നേരത്തെ കാശ് എണ്ണിത്തരുന്നല്ലേ അവൻ, എന്നിട്ടും കുറ്റം പറയുന്നോടാ ബിജുവേ. ബിജു പറഞ്ഞ് ഇഷ്ടപ്പെടാതെ ദാമോദരൻ ചേട്ടൻ ചോദിച്ചു. ചേട്ടൻ അറിയാനിട്ടാ വാങ്ങിയ കാശിന്റെ 3 ഇരട്ടി കൊടുത്തു കഴിഞ്ഞു. പലിശ കൊടുത്ത് മുടിയുക. ബിജു തന്റെ ജോലിയിടുന്നുകൊണ്ട് പറഞ്ഞു. ഭദ്രൻ നേരെ പോയത് അപ്പച്ചിയെ കാണാനായിരുന്നു. മുറ്റത്ത് വലിയ ശബ്ദത്തോടെ വണ്ടി വന്ന് നിന്നപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് നെഞ്ചിൽ കൈവച്ചു രാജി. ഈശ്വര, എന്താണാവോ ഇന്നത്തെ പ്രശ്നം? അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഭദ്രന്റെ അലർച്ച കേട്ടു. അപ്പച്ചി, ദാ വരുന്നു മോനെ. തിടുക്കത്തിൽ നടന്നുകൊണ്ട് പറഞ്ഞു രാജി. വാതിൽ തള്ളി തുറന്നവൻ അകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞാ നിങ്ങളോട് അവളെ ജോലിക്ക് വിടേണ്ടെന്ന്. ആ നസ്രാണി ചെക്കൻ ആള് ശരിയില്ലെന്ന് അന്നേ പറഞ്ഞല്ലോ ഞാൻ. അരിശം കൊണ്ട് വരച്ചവൻ. എന്താ മോനെ നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചിക്കൊന്നും മനസ്സിലാവില്ല. അതിനെങ്ങനെയാ 24 മണിക്കൂർ ഈ അടുക്കളയിലല്ലേ വാസം? പുറം ലോകം എന്താണെന്ന് അറിയില്ല. ഇത് നോക്ക്, മനസ്സിലാവും. പോക്കിൽ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചവൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.